ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരുതലും കൈത്താങ്ങും കൊയിലാണ്ടി താലൂക്ക് തല അദാലത്തിൽ 245 പരാതികൾക്ക് പരിഹാരം. കോട്ടൂളി തണ്ണീർത്തടം മണ്ണിട്ട് നികത്തുന്നത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി വാർഡുകൾ പുനർവിഭജനം നടത്തുന്നതിനെതിരെ ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. പ്ലാസ്റ്റിക് ജാർ തലയിൽ കുടുങ്ങിയ നായയെ രക്ഷപ്പെടുത്തി യുവാക്കൾ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കരുതലും കൈത്താങ്ങും അദാലത്ത് കൊയിലാണ്ടി താലൂക്കിൽ 245 പരാതികൾക്കാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്തിൽ പരിഹാരമായത്. ബാക്കിയുള്ളതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാനും മന്ത്രിമാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന കൊയിലാണ്ടി താലൂക്ക് തല അദാലത്തിൽ 740 പരാതികൾ ലഭിച്ചു. അദാലത്ത് ദിവസം പുതുതായി ലഭിച്ച 410 പരാതികൾ ഉൾപ്പെടെയാണിത്. ഓൺലൈനായി നേരത്തെ ലഭിച്ച 330 പരാതികളിൽ 245 പരാതികൾ പരിഹരിച്ചു. ബാക്കിയുള്ള പരാതികളിലും പുതുതായി ലഭിച്ച പരാതികളിലും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകി. ഇവ പരിഹരിക്കപ്പെടുന്ന മുറയ്ക്ക് തീരുമാനം പരാതിക്കാരെ അറിയിക്കുമെന്ന് മന്ത്രിമാർ പറഞ്ഞു. അദാലത്തിലെത്തിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ 23 AAY കാർഡുകളും 5 മുൻഗണനാ കാർഡുകളും ചടങ്ങിൽ വെച്ച് മന്ത്രിമാർ വിതരണം ചെയ്തു. ദീർഘകാലമായി നിലനിന്നിരുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾക്കുൾപ്പെടെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ അദാലത്തിൽ വെച്ച് തന്നെ പരിഹാരം കാണാൻ സാധിച്ചതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. പുതിയ പരാതികൾ തുടർ നടപടികൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും നിലവിലുള്ള പരാതികളിൽ മഹാഭൂരിപക്ഷവും പരിഹരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ജനങ്ങൾ പൊതുവെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ അദാലത്തിനെ കണ്ടിട്ടുള്ളത്. നിരവധി പ്രശ്നങ്ങൾ, ദീർഘകാലമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടെ വകുപ്പുകളുടെ ഏകോപനം ഇവിടെ നിന്ന് തന്നെ ഉറപ്പുവരുത്തിക്കൊണ്ട് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. കൊയിലാണ്ടി EMS സ്മാരക ടൗൺ ഹാളിൽ നടന്ന അദാലത്തിൽ MLA മാരായ കനത്തിൽ ജമീല, അഡ്വക്കേറ്റ് സച്ചിൻ ദേവ്, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, കൊയിലാണ്ടി നഗരസഭാ അധ്യക്ഷ സുധാ കിഴക്കേപ്പാട്ട്, KTIL ചെയർമാൻ SK സജീഷ്, ADM NM മെഹറലി, ഡെപ്യൂട്ടി കളക്ടർമാർ, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. കോഴിക്കോട് നഗരഹൃദയത്തിലുള്ള കോട്ടൂളി തണ്ണീർത്തടം മണ്ണിട്ട് നികത്തുന്നത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ. തണ്ണീർത്തടം സംരക്ഷിക്കാൻ സരോവരം രക്ഷാ മാർച്ച് ഡിസംബർ 16 സംഘടിപ്പിക്കുമെന്നും VK സജീവൻ പറഞ്ഞു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പട്ടികയിൽ പ്രമുഖ സ്ഥാനത്ത് ഉള്ള തണ്ണീർത്തടമാണ് കോഴിക്കോട് നഗരത്തിലെ ഏതാണ്ട് 250 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കോട്ടൂളി തണ്ണീർത്തടം. ആ തണ്ണീർത്തടം നികത്താനും നശിപ്പിക്കാനും നിരന്തരമായി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തണ്ണീർത്തടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ള കണ്ടൽ വനങ്ങൾ നശിപ്പിക്കാനുമുള്ള അതിതീവ്രമായിട്ടുള്ള ശ്രമങ്ങൾ അധികാരികളുടെ മുമ്പിൽ പട്ടാപ്പകൽ നടക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തികളായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അന്ന് അവിടെ തയ്യാറാക്കിയിട്ടുള്ള മാസ്റ്ററിന്റെ കോപ്പിയാണിത്. ഈ മാസ്റ്ററിന്റെ കോപ്പികൾക്ക് ഒരു പ്രത്യേകതയുള്ളത്, ഇതിനകത്ത് എവിടെയും സ്ഥലം ഉടമസ്ഥന്മാരെ പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ സർവേയിൽപ്പെട്ട സ്ഥലം ആരുടെ ഉടമസ്ഥതയാണ് എന്ന് വിളിച്ചു പറയാൻ
എന്താണ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്ര പേടി? ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി വാർഡുകൾ പുനർവിഭജനം നടത്തുന്നതിനെതിരെ ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധത്തിന്റെ ഭാഗമായി കോർപ്പറേഷൻ ബേപ്പൂർ മേഖല ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു. 4.5 പതിറ്റാണ്ടായി കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്ന CPM അഴിമതി ഭരണം മൂടിവെക്കാൻ കോർപ്പറേഷനിൽപ്പെട്ട ബേപ്പൂർ, ചെറുവണ്ണൂർ, നല്ലളം പ്രദേശങ്ങളിലെ വാർഡുകൾ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി പുനർവിഭജന നടപടികൾ ആരംഭിച്ച CPM ഇടത് അനുകൂല ഉദ്യോഗസ്ഥരുടെ അവിശുദ്ധ നടപടികൾക്കെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കോർപ്പറേഷൻ ബേപ്പൂർ മേഖല ഓഫീസിന് മുൻപിൽ നടത്തിയ ബഹുജന പ്രതിഷേധ ധർണ DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങേയറ്റത്തുള്ള ബേപ്പൂരിനെ കൂട്ടിച്ചേർത്താൽ, ചെറുവണ്ണൂർ, നല്ലളത്തെ കൂട്ടിച്ചേർത്ത് എലത്തൂരിനെയും കൂട്ടിച്ചേർത്താൽ നമുക്ക് കഷ്ടിച്ച് രക്ഷപ്പെടാമെന്ന ബുദ്ധിയാണ് 2010 ഈ മേഖല കോർപ്പറേഷനോട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഞങ്ങൾ അന്നേ സമരം ചെയ്തു. എന്താണ് ജനങ്ങൾക്കുള്ള നേട്ടം? നമ്മൾ ഇന്നും ചോദിക്കുന്ന ചോദ്യം അതാണ്, അല്ലേ? കെട്ടിട നികുതി, കോർപ്പറേഷന്റെ കെട്ടിട നികുതിയും ഗ്രാമത്തിന്റേതും വ്യത്യസ്തമാണ്. ആരോഗ്യ മേഖല വികസിച്ചോ? CPM-കാരോട് സംവാദത്തിന് തയ്യാറാണ്. 2010 ശേഷം ബേപ്പൂർ മേഖലയിൽ നിങ്ങൾ കൊണ്ടുവന്ന വികസനമെന്ന അമ്മി കൊത്താനുണ്ടോ അമ്മി എന്ന് പണ്ട് നമ്മുടെ നാട്ടിൽ വിളിക്കുന്നത് പോലെ ഒരു മന്ത്രി കേരളത്തിൽ ഇങ്ങനെ ഓടി നടക്കുക. ഉദ്ഘാടനം ചെയ്യാനുണ്ടോ ഉദ്ഘാടനം. പെയിന്റ് പീടിയക്കാർക്ക് ഏറ്റവും വലിയ സന്തോഷം. ഫറൂഖ് വാഹനത്തിനോടൊന്ന് പെയിന്റ് അടിക്കും, പിറ്റേ ഉദ്ഘാടനം. 6 മാസം കഴിഞ്ഞാൽ വീണ്ടും പെയിന്റ് അടിക്കും, വീണ്ടും ഉദ്ഘാടനം. പിന്നെ ലൈറ്റ് കമ്പനിക്കാർക്ക് കുറച്ച് ലൈറ്റ് പുതിയത് വാങ്ങി വെക്കും, വീണ്ടും ഉദ്ഘാടനം. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് തിരുവച്ചിറ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി MP ജനാർദ്ദനൻ, DCC എക്സിക്യൂട്ടീവ് മെമ്പർ TK അബ്ദുൽ ഗഫൂർ, KK സുരേഷ്, മുരളി ബേപ്പൂർ, T രാജലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്ലാസ്റ്റിക് ജാർ തലയിൽ കുടുങ്ങിയ നായയെ രക്ഷപ്പെടുത്തി യുവാക്കൾ. സലീം വട്ടക്കിണർ, സതീഷ് ബേപ്പൂർ, അനിമൽ റെസ്ക്യൂ പ്രവർത്തകനായ പ്രജീഷ് എന്നിവരാണ് സമൂഹത്തിന് മാതൃകയായത്. മാത്തോട്ടം മേഖലയിലാണ് പ്ലാസ്റ്റിക് ജാർ തലയിൽ കുരുങ്ങി നായ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്നത്. കണ്ടവർ സഹതപിച്ച് വഴിമാറിയപ്പോൾ സതീഷ് ബേപ്പൂർ അദ്ദേഹത്തിലൂടെ വിവരമറിഞ്ഞ സാമൂഹ്യ പ്രവർത്തകനും ലീഗൽ സർവീസസ് അതോറിറ്റി PLV-യുമായ സലീം വട്ടക്കിണർ ആനിമൽ റെസ്ക്യൂ പ്രവർത്തകനായ പ്രജീഷിനെ വിവരം അറിയിക്കുകയായിരുന്നു. ശേഷം ഇരുവരും സ്ഥലത്തെത്തി നായയെ തേടിപ്പിടിച്ച് പ്രജീഷ് നായയുടെ തലയിൽ നിന്ന് കുടുങ്ങിയ ജാർ ഊരിമാറ്റി രക്ഷപ്പെടുത്തി. ശേഷം ഉടൻ ഒരു പുതിയ ജന്മം കിട്ടിയ സന്തോഷത്തിൽ കുതിച്ചു ഓടി അകലെ നിന്ന് രക്ഷപ്പെടുത്തിയവരെ തിരിഞ്ഞു നോക്കി നന്ദി കാണിച്ചു. ജില്ലയിൽ പരിക്കുപറ്റി കിടക്കുന്ന മൃഗങ്ങളെ രക്ഷപ്പെടുത്തുവാൻ പ്രായോഗിക രീതിയിലുള്ള സംവിധാനവും മറ്റും ജില്ലയിലില്ല. തെരുവിൽ അപകടം പറ്റി കൊണ്ടു ചെല്ലുന്ന മൃഗങ്ങൾക്ക് ഒരു മുടക്കവും കൂടാതെ തന്നെ ചികിത്സ ലഭിക്കുന്നതിനും അപകടത്തിൽപ്പെടുന്ന മൃഗങ്ങൾക്ക് ചികിത്സാ കാലയളവിൽ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ തുടർ ചികിത്സയും പുനരധിവാസവും സംരക്ഷണവും ലഭിക്കണമെന്നും അതിന് സംവിധാനം ഒരുക്കണമെന്നും ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ മാജുഷ് മാത്യുവിന് കോഴിക്കോട്ട് സ്വീകരണം നൽകി. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണമൊരുക്കിയത്.
കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ മാജുഷ് മാത്യുവിന് കർഷക കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു കണ്ണന്തറ, സംസ്ഥാന നേതാക്കളായ രവീഷ് വളയം, ജോസ് കാരുവേലി, NP വിജയൻ, K എബ്രഹാം കുമളി, N രാജശേഖരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംഘടനാംഗങ്ങളായ മൊയ്തു കാരങ്ങോട്, വേണുഗോപാലൻ നായർ, ജില്ലാ നേതാക്കളായ CM സദാശിവൻ, ദേവസ്യ ചെള്ളാമഠം, അസ്ലം കടമേരി തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തീവണ്ടി യാത്രക്കാരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ദേശീയ തലത്തിൽ പ്രവർത്തനം ഊർജിതപ്പെടുത്തുമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. മെച്ചപ്പെട്ട യാത്രാ സൗകര്യത്തിനായി കോഓർഡിനേഷൻ കമ്മിറ്റി വിപുലീകരിക്കുമെന്നും വർക്കിംഗ് ചെയർമാൻ C ചാക്കുണ്ണി പറഞ്ഞു. നിവേദനങ്ങൾ കൊണ്ടും പ്രസ്താവനകൾ കൊണ്ടും റെയിൽവേ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത സാഹചര്യത്തിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്കും അവകാശ സംരക്ഷണത്തിനുമായി എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രമുഖ സംഘടനാ പ്രതിനിധികളെ ഉൾപ്പെടുത്തി കോർഡിനേഷൻ കമ്മിറ്റി വിപുലീകരിക്കുമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ ഷവലിയർ C ചാക്കുണ്ണി പറഞ്ഞു. ഇതിന്റെ ആദ്യ യോഗം ബംഗാൾ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് ഫോറം ഓഫ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൽക്കട്ടയിൽ നടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. റെയിൽവേ ബജറ്റ് പുനഃസ്ഥാപിക്കുക, കോവിഡിന് മുൻപ് നിർത്തലാക്കിയ മുതിർന്ന പൗരന്മാരുടെ യാത്രാ നിരക്ക് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക, ദീർഘദൂര ഹ്രസ്വദൂര യാത്രക്കാരുടെ യാത്ര സുഗമമാക്കാൻ കൂടുതൽ മെമു സർവീസ് ആരംഭിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യോഗം ചേരുകയെന്നും സംഘടനാ ഭാരവാഹികളായ C ചാക്കുണ്ണി, A ശിവശങ്കരൻ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പേരക്ക ബുക്സ് സംസ്ഥാന ബാലസാഹിത്യ ക്യാമ്പ് പന്തലായനി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിസംബർ 21, 22 തീയതികളിൽ നടക്കും. തെരഞ്ഞെടുക്കപ്പെട്ട 50 പേരാണ് ക്യാമ്പിൽ പങ്കെടുക്കുക. ശില്പശാലയ്ക്ക് 25-ലേറെ എഴുത്തുകാർ നേതൃത്വം നൽകുമെന്നും സംഘാടകർ പറഞ്ഞു. കുട്ടികൾക്ക് വേണ്ടി പുസ്തകങ്ങൾ എഴുതുന്ന ബാലസാഹിത്യ ക്യാമ്പാണ് കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 50 ആളുകൾ അംഗങ്ങളായി പങ്കെടുക്കുന്ന ഒരു ക്യാമ്പാണ്. ആ ക്യാമ്പ് കൊയിലാണ്ടി പന്തലായനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിസംബർ 21, 22 തീയതികളിൽ UA ഖാദർ നഗറിൽ നടക്കും. 50 പേരാണ് ക്യാമ്പിൽ ഉണ്ടാവുക. 2 ദിവസങ്ങളായി നടക്കുന്ന ശില്പശാലയിൽ 25-ലേറെ പ്രമുഖരായ എഴുത്തുകാർ നേതൃത്വം നൽകും. പേരക്ക ബുക്സിന്റെ സംസ്ഥാനതല ശില്പശാല ഡിസംബർ 21 വൈകുന്നേരം സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയറ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ 10,000 രൂപയുടെ പുസ്തകങ്ങളും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പേരക്ക എഴുത്തുപുര പുരസ്കാരവും നോവൽ പുരസ്കാരവും സത്യചന്ദ്രൻ പൊയിൽക്കാവിനും സുനിത കാത്തുവിനും കൽപ്പറ്റ നാരായണൻ സമർപ്പിക്കും. എഴുത്തുപുര മാസികയുടെയും 15 ബാലസാഹിത്യ കൃതികളുടെയും പ്രകാശനവും ചടങ്ങിൽ നടക്കുമെന്ന് പേരക്ക ബുക്സ് മാനേജിംഗ് എഡിറ്റർ ഹംസ ആലുങ്ങൽ, സംഘാടക സമിതി ജനറൽ കൺവീനർ കീഴരിയൂർ ഷാജി, ബിനേഷ് ചേമഞ്ചേരി, അനിൽ കാഞ്ഞിലശ്ശേരി തുടങ്ങിയവർ അറിയിച്ചു. 10,000 രൂപയുടെ പുസ്തകങ്ങളും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഡിസംബർ 21 പേരക്ക ബുക്ക് സംസ്ഥാന ബാലസാഹിത്യ ക്യാമ്പിൽ കൊയിലാണ്ടി കൽപ്പറ്റ നാരായണൻ സമ്മാനിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാങ്കാവ് പടിഞ്ഞാറെ കോവിലകം തൃശാല ഭഗവതി ക്ഷേത്രോത്സവം സമാപിച്ചു. വിശേഷാൽ പൂജകളും കലാസാംസ്കാരിക പരിപാടികളും നടന്നു. തൃത്തായമ്പകയും അരങ്ങേറി. തൃശാല ഭഗവതി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായാണ് ദേവീ സന്നിധിയിൽ തൃത്തായമ്പക അരങ്ങേറിയത്. പ്രശസ്ത വാദ്യ കലാകാരന്മാരായ വാദ്യകുലപതി കലാമണ്ഡലം ശിവദാസൻ മാരാർ, കലാമണ്ഡലം സനൂപ്, സദനം അശ്വിൻ മുരളി എന്നിവർ വേദിയിലെത്തി. ഭക്തരെ ആവേശത്തിലാഴ്ത്തുന്നതായിരുന്നു തൃത്തായമ്പക പ്രകടനം.
മേളാസ്വാദകരുടെ ആവേശവും കൊട്ടിക്കയറിയ പ്രകടനത്തിൽ വാദ്യക്കാർക്കൊപ്പം ഇലത്താളവും മറ്റു ചെണ്ടകലാകാരന്മാരും അകമ്പടിയായി. പാരമ്പര്യ ശൈലിക്കൊപ്പം കലാകാരന്മാരുടെ മനോധർമ്മം കൂടി സമന്വയിപ്പിക്കുന്ന തൃത്തായമ്പകയ്ക്ക് കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ആരാധകർ ഏറെയാണ്. പ്രശസ്തരായ കലാകാരന്മാർ ഒരുമിച്ച് ഒരേ വേദിയിലെത്തിയത് തായമ്പകയുടെ സൗന്ദര്യവും 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര ഥാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 2 വർഷത്തെ ഇടവേളകളിൽ നൽകിവരുന്ന ഐക്കൺ ഓഫ് യൂത്ത് ഇൻ ബിസിനസ് 2024 അവാർഡിന് M. ഷംസുദ്ദീൻ താമരശ്ശേരി അർഹനായി. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയ പുരസ്കാരം ഡിസംബർ 17 വൈത്തിരിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് സമർപ്പിക്കും. ഉദ്ദേശം എന്താ വെച്ചാൽ യുവ വ്യാപാരികളെ വളർത്തിക്കൊണ്ടുവരിക, അവര് സീറോയിൽ നിന്ന് ഹീറോ ആയ ആളുകൾക്ക് വേണ്ട മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ നല്ല നല്ല മെസ്സേജുകൾ താഴെ തട്ടിലുള്ള യുവ വ്യാപാരികളിൽ എത്തിക്കുന്ന ഉദ്ദേശമാണ്. ഈ വർഷം ഞങ്ങൾ വൈത്തിരി വില്ലേജ് റിസോർട്ടിൽ വെച്ചിട്ടാണ് യൂത്ത് ഐക്കൺ അവാർഡ്, ഐക്കൺ ഓഫ് യൂത്ത് ഇൻ ബിസിനസ് 2024 അവാർഡ് ഞങ്ങൾ നൽകുന്നത്. അത് ഈ വർഷം അതിനുള്ള അർഹനായിട്ടുള്ളത് ഈ ബിസിനസ് രംഗത്തൊക്കെ സീറോയിൽ നിന്ന് ഹീറോ ആയിട്ടുള്ള ഷംസു, ഡയലോഗ് മൊബൈൽ ഗാലറിയുടെ ഷംസുദ്ദീൻ ആണ് ഈ വർഷം അതിന് അർഹനായിട്ടുള്ളത്. ബിസിനസ് രംഗത്ത് വൻ വിജയം കരസ്ഥമാക്കിയ യുവ പ്രതിഭകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കാനാണ് യൂത്ത് ഐക്കൺ അവാർഡ് നൽകുന്നതെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. 25,000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരമായി നൽകുന്നത്. ഡിസംബർ 17 വയനാട് വൈത്തിരി വില്ലേജിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് അവാർഡ് സമർപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഡോക്ടർ K. ശരൺ കാർഡിയോളജി എക്സലൻസ് അവാർഡിന് ഡോക്ടർ PP വേണുഗോപാൽ അർഹനായി. ഡിസംബർ 27 ഹൈദരാബാദിൽ നടക്കുന്ന IMA ദേശീയ സമ്മേളനത്തിൽ അവാർഡ് സമ്മാനിക്കും. ആധുനിക വൈദ്യശാസ്ത്ര മേഖലയ്ക്ക് ഡോക്ടർ വേണുഗോപാൽ നൽകിയ സേവനവും അർപ്പണബോധവും മുൻനിർത്തിയാണ് അവാർഡ്. ഡിസംബർ 27 ഹൈദരാബാദിലെ ഹൈടെക്സ് എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന IMA ദേശീയ സമ്മേളനത്തിൽ അവാർഡ് സമ്മാനിക്കും. ആസ്റ്റർ DM ഹെൽത്ത് കെയർ എമർജൻസി മെഡിസിൻ ഡയറക്ടറാണ് ഡോക്ടർ വേണുഗോപാൽ. എമർജൻസി മെഡിസിൻ എന്ന ആശയം ആദ്യമായി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കിയാണ് ഡോക്ടർ വേണുഗോപാൽ. ആക്റ്റീവ് നെറ്റ്വർക്ക് ഗ്രൂപ്പ് ഓഫ് എമർജൻസി ലൈഫ് സേവേഴ്സ് എന്ന സന്നദ്ധ സംഘടനയുടെ പ്രവർത്തനം കേരളത്തിൽ വ്യാപകമാക്കി ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലനം പൊതുജനങ്ങൾക്ക് നൽകി. വേണുഗോപാലിന്റെ ഈ പ്രവർത്തനം പല ദുരന്ത മേഖലകളിലും കൈത്താങ്ങായി. കൊച്ചിയിൽ വേണുഗോപാൽ നടത്തിയ CPR പരിശീലനം ഗിന്നസ് ബുക്കിലും ഇടം നേടിയിട്ടുണ്ട്. 8 മണിക്കൂർ കൊണ്ട് 28,564 പേർക്ക് CPR പരിശീലനം നൽകിയാണ് ലോക റെക്കോർഡ് സ്ഥാപിച്ചത്. കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലെ ചെറിയ ആശുപത്രികളിൽ പോലും എമർജൻസി മെഡിസിൻ പരിജ്ഞാനം നൽകി ജീവൻ രക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള പ്രവർത്തനം അദ്ദേഹം ഇപ്പോൾ നടത്തിവരികയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് കല ഓൾ കേരള ഷോർട്ട് ഫിലിം മത്സരം സംഘടിപ്പിക്കുന്നു. ഷോർട്ട് ഫിലിം സ്ക്രീനിങ്ങും അവാർഡ് ദാനവും ഡിസംബർ 15 കൈരളി ശ്രീ വേദി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് കലാസാരഥികൾ അറിയിച്ചു.
ഈ ഫിലിം ഫെസ്റ്റിവൽ ഡോക്ടർ പി എ ലളിത മെമ്മോറിയൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് എന്നുള്ള പേരിലാണ് ഇത് അറിയുന്നത്. ഡിസംബർ 15-ന് ഡോക്ടർ പി എ ലളിത മെമ്മോറിയൽ ഷോർട്ട് ഫിലിം മത്സരങ്ങളുടെ സ്ക്രീനിംഗിന്റെ ഉദ്ഘാടനം MLA തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിക്കും. മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ആദരവും വൈകിട്ട് സംഘടിപ്പിക്കും. കലാപ്രസിഡന്റ് തോട്ടത്തിൽ രവീന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് പ്രശസ്ത സിനിമാ സംവിധായകൻ VM വിനു ഉദ്ഘാടനം ചെയ്യും. നിർമ്മാതാവ് സർഗ അപ്പച്ചൻ, ഡയറക്ടർ PK ബാബുരാജ്, മുൻ മേയർ TP ദാസൻ, മുൻ MLA A പ്രദീപ് കുമാർ, പ്ലേബാക്ക് സിംഗർ സിന്ധു പ്രേംകുമാർ തുടങ്ങിയവർ സംബന്ധിക്കും. ആതുര സേവന രംഗത്തുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് മലബാർ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മിലി മോണിക്ക് സമർപ്പിക്കുമെന്നും കലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അന്നേ ദിവസം ഞങ്ങൾ കോഴിക്കോട് ലളിത മാഡത്തിൻ്റെ തന്നെ മകളായിട്ടുള്ള ഡോക്ടർ മിലി ബെസ്റ്റ് എൻ്റർപ്രണർ എന്നുള്ള രീതിയിൽ അവരെയും കൂടി ഞങ്ങൾ ഇതിനകത്ത് ആദരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുതലും കൈത്താങ്ങും കൊയിലാണ്ടി താലൂക്ക് തല അദാലത്തിൽ 245 പരാതികൾക്ക് പരിഹാരം. കോട്ടൂളി തണ്ണീർത്തടം മണ്ണിട്ട് നികത്തുന്നത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയെന്ന് BJP ജില്ലാ പ്രസിഡന്റ് BK സജീവൻ. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി വാർഡുകൾ പുനർവിഭജനം നടത്തുന്നതിനെതിരെ ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. പ്ലാസ്റ്റിക് ജാർ തലയിൽ കുടുങ്ങിയ നായയെ രക്ഷപ്പെടുത്തി യുവാക്കൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.